പ്രകൃതിയുടെ വശ്യസൗന്ദര്യമേറുന്ന വയനാട്ടിൽ വൈത്തിരി സേട്ടുകുന്നിലെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ ക്യാമറ കണ്ണുകൾ. വൈത്തിരി ടൗണിൽ നിന്നും 15 കിലോമീറ്റർ സഞ്ചരിച്ച് സേട്ടുകുന്നിലെത്തിയാൽ കൺകുളിരണിയിക്കുന്ന വലിയ പാറയിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. എൻ്റെ പേര് ഷമീർ. ഞങ്ങൾ വരുന്നത് ഞങ്ങൾ ഇവിടെ ഇപ്പുറത്ത് റിസോർട്ട് എടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് എന്ത് ചെയ്തത്, അവിടെ നിന്നാണ് ഞങ്ങൾ ആൾ പറഞ്ഞു വിട്ടത്. പക്ഷേ ഏറ്റവും അടിപൊളി, നമ്മൾ വന്നതിൽ ഏറ്റവും നല്ല മനോഹരമായ സ്ഥലം തന്നെയാണ് ഇത്. അത്യാവശ്യം കാണാനൊക്കെ അത്യാവശ്യമുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ എന്താണ്, ഒരു മഴ ആയതിൻ്റെ ചെറിയൊരു എന്തുണ്ട്, ഒരു രസം വേറെ ഉണ്ട്. പിന്നെ മഴ ഇല്ലെങ്കിൽ വേറൊരു രസമാണ് ഇവിടെ അത്യാവശ്യം കാണാൻ അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടുന്നുണ്ട് ഇവിടെ. എന്തായാലും സ്ഥലത്തേക്ക് വരണം. നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു ഏരിയയാണ്. എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല വൈബ് ഏരിയയാണ്. ഞങ്ങളൊരു ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഫ്രണ്ടിന്റെ കെയർ ഓഫിലൂടെ വന്നത്. അപ്പോൾ വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് മഴൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇതിന് ശേഷം രാത്രി കോടയും നല്ല തണുപ്പൊക്കെ ആയിരുന്നു കിടക്കുമ്പോൾ രാത്രിയൊക്കെ. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല കോടയും വൈബ് ഇതൊക്കെ ആയിരുന്നു. ശാന്തവും മനോഹരവുമായ വയനാടിൻ്റെ ഉൾഗ്രാമങ്ങളിലെ അധികമാരും എത്തിപ്പെടാത്ത വലിയ പാറയിൽ ഭംഗി ആസ്വദിക്കുവാൻ അനേകം ആളുകളാണ് ഈ മഴക്കാലത്തെത്തുന്നത്. മേൽമുറിക്കടുത്ത് സേട്ടുകുന്നിൽ അതിരാവിലെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് കോടമഞ്ഞണിഞ്ഞ അതിമനോഹരമായ കാഴ്ചയും കാലാവസ്ഥയുമാണ്. മഴയെത്തും മുൻപേ അപ്രതീക്ഷിത കാറ്റെത്തിയാൽ സംഗതി ഗംഭീരം. അതായത് ഇത് വയനാട് ജില്ലയിലെ പൊഴുതന പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ അവിടെ സേട്ടുകുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശമാണിത്. അത് വലിയ പാറ എന്നാണ് ഈ പ്രദേശത്തിന്, അവിടെ ആ പാറ നിൽക്കുന്ന പ്രദേശത്തിന് അറിയപ്പെടുന്നത് വലിയ പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പാറ അവിടെ ഉണ്ടെങ്കിലും ആളുകൾ അങ്ങനെ അതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി, ഇപ്പോൾ ഏകദേശം ഒരു 8-10 വർഷങ്ങളായിട്ട് പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ അവരിങ്ങനെ ധാരാളം ആളുകൾ പുറത്തുനിന്നൊക്കെ അത് കാണാൻ വേണ്ടിയും അതിൻ്റെ ആ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് വരുന്നുണ്ട്. അത് നമ്മളെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളം വിട്ട് പിന്നെ മൈസൂർ, അതുപോലെ തമിഴ്നാട്, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ എല്ലാ ആളുകൾ, പിന്നെ കർണാടകക്കാരൊക്കെ ഒരുപാട് പാറ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകലുണ്ട്. രാവിലെ ഒരു വെളുപ്പിന് ഒരു 5:30 മണി 6 മണിക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ല മഞ്ഞും കോടയൊക്കെ മൂടി കിടക്കുന്ന നല്ല അതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ രാവിലെ പോവുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് കാണാൻ കഴിയും. ഇവിടെ സ്റ്റേ ആണെങ്കിൽ ധാരാളം റിസോർട്ടുകളും അതുപോലെ താമസിക്കാൻ പറ്റിയ മറ്റ് സംവിധാനങ്ങൾ, ഹോം സ്റ്റേ പോലെ ഉണ്ട്, റിസോർട്ടുകളുണ്ട്. പിന്നെ ചെറുകിട സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. വലിയ വാടകയൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ താമസിക്കാനും ഇതിനൊക്കെ കഴിയും. ഇന്നത്തെ ഈ യാത്ര വൈത്തിരി സേട്ടുകുന്നിലെ അതിമനോഹരമായ കാഴ്ചകളിൽ അവസാനിക്കുന്നു. സിനാൻ ദി ഐ സൈനിങ് ഓഫ്.